ഹലോ ഹായ് എല്ലാവർക്കും MiThU'zz മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നുള്ളത് എറണാകുളത്താണ്. ഞാൻ ഇന്നലെ വന്നതാണ്, സ്റ്റേ പണിയായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, അവർക്ക് ഇന്നലോട്ട് തുടങ്ങി പണി, 4 ദിവസത്തെ പണിയുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ അവരെന്നെ പിക്ക് ചെയ്തിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ചോറ്റാനിക്കര പോയി തിരിച്ച് ഇവിടെ എറണാകുളത്ത് അബാദ് പ്ലാസ എന്ന് പറയുന്ന ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ സ്റ്റേയിൽ ഇന്നലെ ഇവിടെ വന്നു. നേരം വെളുത്തിപ്പോൾ കാലത്ത് 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകാനുള്ളത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കൊണ്ട് പോകാനുള്ളത് അതിരപ്പള്ളി വാഴച്ചാൽ, അതുപോലെ കാലടി അമ്പലം, അങ്ങനെ 2 സ്ഥലത്തേക്കാണ് കൊണ്ടുപോകാനുള്ളത്, 3 സ്ഥലത്തേക്കാണ് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ പേരിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിന് എന്തെങ്കിലും അഭിപ്രായങ്ങളോ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് പോണ വഴിക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മച്ചാനും കുളിച്ച് കുട്ടപ്പനെ റെഡിയായി നിൽക്കാനായിട്ടാണ് പോകാനായിട്ട്. അതിരപ്പള്ളി കാണാനുള്ളൊരു ആകാംക്ഷയിലാണ് കിടിമോ നിൽക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മച്ചാനും റെഡിയാണ്. അപ്പോൾ ഇനി കസ്റ്റമർ വേണ്ടോ, കസ്റ്റമർ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ കേട്ടോ, അബാദ് പ്ലാസ. അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് വന്നിട്ട് സ്റ്റേ ചെയ്യാവുന്നതാണ്. കാശൊക്കെ കയ്യിലുണ്ടെങ്കിൽ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പോണ വഴിക്ക് കാണാം. കാലത്ത് നേരത്തെ തന്നെ ഇറങ്ങിയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ പോലും ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെസഹ ആയതുകൊണ്ട് ഇടപ്പള്ളിയൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കിട്ടി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്ന തിരക്കായിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു തിരക്ക് കിട്ടി ഇടപ്പള്ളിയിൽ മാത്രം. ബാക്കിയുള്ളവർക്കൊന്നും വലിയ തിരക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ഓണത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ വഴിയിലെ കാണാം. അങ്ങനെ നമ്മൾ വാഴച്ചാലെത്തിയിട്ടുണ്ട്. കറക്റ്റ് ടൈമിന് എത്തി, 10:30 എത്തിയിട്ടുണ്ട്. ഓപ്പണിംഗ് ടൈമാണ് 10:30. കാലത്ത് 8:30 നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് 10:30 എത്തി. അത് കാരണം അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വെയിലിൻ്റെ ചൂടും ഇത്തിരി കുറവാണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ നമുക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇനി സമ്മതിക്കില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളിപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കാണാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുപോലെ അല്ലാട്ടോ അപ്പുറത്ത് അതിരപ്പള്ളിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് താഴത്ത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കളിക്കാനുള്ള സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിന് ഉള്ള സാഹചര്യം കുറവാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, വാഴച്ചാലത്തെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ അതിരപ്പള്ളി എത്തിയിട്ടാ. ഇവിടുത്തെ നമുക്ക് വരുന്ന ഫീസ് എന്ന് പറയണത്, ഇപ്പോൾ നമുക്ക് ഫീസ് വരുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 50 രൂപയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാനുള്ള എൻട്രി ഫീസ്. ഈ വാഴച്ചാലാണെങ്കിലും അതിരപ്പള്ളി ആണെങ്കിലും നമുക്ക് രണ്ടിടത്തേക്കും ഒരേ ടിക്കറ്റ് തന്നെ മതി. രണ്ടും സെപ്പറേറ്റ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. പിന്നെയെന്ന് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഈ മനോഹരമായിട്ടുള്ള സംഭവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.